നമസ്കാരം. ഇന്ന് എൽബികെയിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണുള്ളത്. കോമൺ മാര്യേജ് രജിസ്റ്റർ ചെയ്യുന്നതിന് അക്ഷയ പൊതുസേവന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകേണ്ട രേഖകൾ എന്തൊക്കെ എന്ന് നോക്കാം. വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ച് പ്രധാനമായും വേണ്ടിവരുന്ന രേഖകൾ: ഫോട്ടോ, ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഐഡന്റിറ്റി കാർഡ്, വിവാഹിതരെന്നു തെളിയിക്കുന്ന സാക്ഷ്യപത്രം, 2 സാക്ഷികളുടെ ഐഡി കാർഡുകൾ എന്നിവയാണ്. ഈ രേഖകൾ ഏതൊക്കെ എന്നുള്ളത് വിശദമായി നോക്കാം. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനു വധുവരന്മാരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓരോന്ന് വീതം വേണം. വധുവരന്മാരുടെ ജനനതീയതി തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, SSLC ബുക്ക്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനനതീയതി സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡിറ്റി കഴിയാത്ത പാസ്പോർട്ട് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന്. ഐഡന്റിറ്റി കാർഡ് ഏതൊക്കെ എന്ന് നോക്കാം. ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇലക്ഷൻ ID, വാലിഡിറ്റി കഴിയാത്ത പാസ്പോർട്ട് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന്. വിവാഹിതരെന്നു തെളിയിക്കുന്ന സാക്ഷ്യപത്രം, മതസ്ഥാപനങ്ങളിൽ നിന്ന് വിവാഹശേഷം ലഭിച്ച സർട്ടിഫിക്കറ്റ്, ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ നൽകുന്ന സാക്ഷ്യപത്രം, വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന്. വധുവരന്മാരുടെ അച്ഛൻ, അമ്മ എന്നിവരുടെ വയസ്സ്, സ്വന്തം വില്ലേജിന്റെ പേര്, തദ്ദേശ സ്ഥാപനത്തിന്റെ പേരും വാർഡ് നമ്പരും, വിവാഹം നടന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ പേരും വാർഡ് നമ്പരും, 2 സാക്ഷികളുടെയും ID കാർഡുകൾ, ഉദാഹരണമായി ആധാർ അല്ലെങ്കിൽ ഇലക്ഷൻ അഥവാ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന്. സാക്ഷികളുടെ തദ്ദേശ സ്ഥാപനത്തിന്റെ പേരും വാർഡ് നമ്പരും. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഈ സാക്ഷികളുടെ ഒപ്പുകൂടി അപേക്ഷയിൽ ചേർത്തതിനു ശേഷമേ അപേക്ഷ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. കൂടാതെ വിവാഹ സാക്ഷ്യപത്രത്തിലുള്ള പോലെ തന്നെ ആയിരിക്കണം കൊണ്ടുവരുന്ന ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിലും ഐഡന്റിറ്റി കാർഡിലും ഉണ്ടാകേണ്ടത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് LBK. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.